പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കുമെന്നതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് നമ്മളെ തേടിയെത്തുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം, 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തലിന് സംബന്ധിച്ച് അമേരിക്കയും ഇറാനും ആക്രമണം നിർത്തിവെച്ചതായി ആദ്യം ട്രംപ് അറിയിക്കുകയും ഇറാന് പിന്നാലെ അംഗീകരിക്കുകയും ചെയ്തു. ഹോർമൂസ് തുറക്കണമെന്ന ആവശ്യവും ഇറാൻ സമ്മതിച്ചതായാണ് റിപ്പോർട്ട്. പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങളാണ് സമാധാനത്തിലേക്കുള്ള വഴി തുറന്നത്. റിപ്പോർട്ടിലേക്ക്. 1.5 മാസമായി തുടർന്നു വന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിനാണ് താൽക്കാലിക വിരാമം ഉണ്ടായിരിക്കുന്നത്. 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തലിനാണ് ഇരുപക്ഷവും അംഗീകാരം നൽകിയത്. ഉപാധികൾക്ക് വിധേയമായി ഹോർമൂസ് തുറക്കാൻ ഇറാൻ സമ്മതിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തലിന് ആദ്യം സമ്മതിച്ചത്. ഇത് അംഗീകരിക്കുന്നുവെന്ന് പിന്നാലെ ഇറാനും അറിയിക്കുകയായിരുന്നു. ഇറാനെതിരായ അന്ത്യശാസനം 2 ആഴ്ച കൂടി നീട്ടണം എന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ഇടപെടലാണ് ഫലം കണ്ടത്. ഇറാന് നേരെയുള്ള ബോംബാക്രമണങ്ങളും മറ്റാക്രമണങ്ങളും 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഞാൻ സമ്മതിക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സമൂഹമാധ്യമ പേജായ ദി ട്രൂത്തിൽ കുറിച്ചത്. ഇറാനുമായി ഒരു ദീർഘകാല സമാധാന കരാർ ചർച്ചകളിൽ നല്ല പുരോഗതിയെന്നും അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയങ്ങളിൽ ഭൂരിഭാഗത്തിലും ധാരണയായതായും ട്രംപ് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ വെടിനിർത്തലിൽ ഇസ്രായേലും പങ്കാളിയാണെന്ന് വൈറ്റ് ഹൌസ് വക്താവ് സ്ഥിരീകരിച്ചു. ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുത്തില്ലെങ്കിൽ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ശക്തമായ സൈനിക ആക്രമണം നടത്തുമെന്ന ട്രംപിന്റെ സമയപരിധി അവസാനിക്കാൻ 1.5 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെയാണ് നിർണായക തീരുമാനം. ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലും തങ്ങളുടെ ബോംബാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ബാധ്യസ്ഥരാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അമേരിക്കയും ഇറാനും തമ്മിൽ ഉപാധികളോടെയുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതോടെ ആഗോള എണ്ണ വിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. ലോകത്തെ പ്രധാന ജലപാതയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതാണ് വിപണിയിൽ ആശ്വാസമായത്. 15% എണ്ണവിലയിൽ ഇടിവുണ്ടായത്. കൂടാതെ ഏഷ്യ പസഫിക് മേഖലയിലെ ഓഹരി വിപണികളിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായി. അതേസമയം സമാധാന ശ്രമങ്ങളുടെ ഫലമായി വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ചകൾക്കായി ഇറാൻ അമേരിക്ക പ്രതിനിധികളെ പാകിസ്ഥാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഈ ചർച്ചകൾ ദീർഘകാല സമാധാന കരാറിലേക്ക് നീങ്ങുമെന്നാണ് ലോകം പ്രത്യാശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.